പശുക്കടത്ത് ആരോപിച്ച് ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലാഖിനെ കൊലപ്പെടുത്തിയ കേസിൽ ഉത്തർപ്രദേശ് സർക്കാരിന് തിരിച്ചടി. പ്രതികൾക്കെതിരായ എല്ലാ കുറ്റങ്ങളും പിൻവലിക്കണമെന്ന സംസ്ഥാനത്തിന്റെ അപേക്ഷ കോടതി തള്ളി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇത് വലിയ തിരിച്ചടിയാണ്. എന്താണ് കോടതിയുടെ തീരുമാനം? കോടതി ഉത്തരവ് ആണോ പുറത്തു വന്നിട്ടുള്ളത്? അനുജ, 2015 സെപ്റ്റംബർ 28-ന് രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ ഈ പശുവിനെ വധിച്ചു എന്നും പശുവിന്റെ മാംസം വീട്ടിൽ സൂക്ഷിച്ചു എന്നും ആരോപിച്ച് മുഹമ്മദ് അഖ്ലഖ് എന്നയാളെ വീട്ടിൽ കയറി അക്രമി സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ ഇദ്ദേഹത്തിന്റെ മകൻ അടക്കമുള്ള കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റിരുന്നു. ഈ സംഭവത്തിനെതിരെ രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. തുടർന്ന് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് 15 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഈ 15 പ്രതികളും നിലവിൽ ജാമ്യത്തിലാണ്. എന്നാൽ ഈ പ്രതികൾ ഈ കേസിൽ നിന്നും ഇവർക്കെതിരായ കുറ്റങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ തന്നെയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സൂരജ്പൂരിലെ ജില്ലാ കോടതിയിലായിരുന്നു പ്രോസിക്യൂഷൻ ഈ പ്രതികൾക്കെതിരായ മുഴുവൻ കുറ്റങ്ങളും പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിച്ചത്. ഇത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന് തിരിച്ചടിയാവുകയും ഈ അപേക്ഷ ഈ സൂരജ്പൂരിലെ ജില്ലാ കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിന്റെ വിചാരണ വേഗത്തിലാക്കാൻ ഉള്ള നിർദ്ദേശവും ഈ സൂരജ്പൂർ കോടതി നൽകിയിട്ടുണ്ട്. ഈ പ്രതികളെ ഒഴിവാക്കുന്നതിനായി സർക്കാർ മുന്നോട്ട് വെച്ച വാദം എന്നുള്ളത് നേരത്തെ ഈ പ്രതികളുടെ ആദ്യഘട്ടത്തിൽ കേസെടുത്ത ഘട്ടത്തിൽ പ്രതികൾ ജാമ്യാപേക്ഷ നൽകിയ ഘട്ടത്തിൽ അവർ ഉന്നയിച്ച വാദങ്ങൾ തന്നെയാണ്. ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പോലീസിന് നൽകിയ മൊഴിയിൽ അഖ്ലാഖിന്റെ കുടുംബാംഗങ്ങൾ ഈ പ്രതികളുടെ പേരുകൾ പറഞ്ഞിരുന്നില്ല. കൂടാതെ ഇവർക്ക് അഖ്ലാഖുമായി പൂർവ്വവൈരാഗ്യമില്ല എന്നാണ് പറഞ്ഞിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതേ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതികളുടെ മേലുള്ള കുറ്റങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത്. ആ ഒരു അപേക്ഷയാണ് ഇപ്പോൾ സൂരജ്പൂർ കോടതി തള്ളിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. അതേസമയം ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അഖ്ലാഖിന്റെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഉള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അനുജ, ഇതിൽ ബൽറാം, നമുക്കറിയാം രാജ്യത്ത് തന്നെ ഇത്തരത്തിലേക്കൊക്കെയുള്ള ഒരു സംഭവം നമ്മൾ അന്ന് ആദ്യമായി കേട്ടതാണ്. 2015-ലാണ് ഈ സംഭവം നടന്നത്. അതിനുശേഷം ഇതിലൊരു BJP നേതാവിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളായുണ്ട് എന്നൊക്കെയുള്ളതായിരുന്നല്ലോ. ഇപ്പോൾ അവരുൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടിയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാകും ഇതിന്റെ തുടർ നടപടികൾ മുന്നോട്ട് പോകുന്നത്? ബൽറാം. അനുജ, തീർച്ചയായും രാജ്യത്ത് 2014-ൽ NDA സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശു അല്ലെങ്കിൽ ഗോവധത്തിന്റെ പേര് ആരോപിച്ചുകൊണ്ട് നടന്ന ആദ്യ കൊലപാതകമായിരുന്നു മുഹമ്മദ് അഖ്ലഖിൻ്റേത്. ഇതിന്റെ തുടർച്ചയായി പിന്നീട് രാജസ്ഥാനിലും ജമ്മു കശ്മീരിലും ഉൾപ്പെടെ പിന്നീടും അത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആദ്യം ഉണ്ടായ ഒരു സംഭവം എന്ന നിലയിൽ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ അഖ്ലാഖിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ പശുവിറച്ചി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രാദേശിക BJP നേതാക്കളുടെ 2 പേരുടെ മക്കൾ ഉൾപ്പെടുന്ന 15 പേരടങ്ങുന്ന അക്രമി സംഘം ഇവരുടെ വീട്ടിൽ കയറി ഈ മുഹമ്മദ് അഖ്ലഖിനെ മർദ്ദിക്കുകയും മകനെയും മർദ്ദിക്കുകയും ഈ മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റതിന് പിന്നാലെ മുഹമ്മദ് അഖ്ലഖ് മരിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് പശുവിറച്ചിയല്ല എന്നും ആട്ടിറച്ചിയാണ് എന്നും കണ്ടെത്തിയിരുന്നു. ഇത് വലിയ തോതിൽ തന്നെ പ്രതിഷേധം, രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനും വഴിവെച്ചിരുന്നു. തുടക്കത്തിൽ ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയെ പോലും എതിർത്തുകൊണ്ടുള്ള കർശന നിലപാട് ഉത്തർപ്രദേശ് സർക്കാർ ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ ഘട്ടത്തിൽ ജാമ്യാപേക്ഷയിൽ പ്രതികൾ ഉന്നയിച്ച അതേ വാദഗതികൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഇവർക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്ന അപേക്ഷയാണ് മുന്നോട്ട് വെച്ചത്. ആ അപേക്ഷയാണ് തള്ളിയിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. ഒപ്പം തന്നെ കോടതി ഇക്കാര്യത്തിൽ നിർണായകമായ ഒരു നിരീക്ഷണവും നടത്തിയിരിക്കുന്നത് ഈ വിചാരണ നടപടികൾ വേഗത്തിലാക്കാൻ പോലീസിനോടും പ്രോസിക്യൂഷനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് സൂരജ്പൂർ കോടതി. ഇത് സർക്കാരിൻ്റെ ഈ പ്രതികളെ പൂർണ്ണമായും ഈ കേസിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇതോടെ വഴിയടഞ്ഞത്. അനുജ, ഇതിൽ 18 പ്രതികളാണുള്ളത്. അല്ലെങ്കിൽ അതിൽ 2 പേരോ മറ്റോ മരിച്ചു പോയിട്ടുണ്ട്. മറ്റുള്ളവരെ ഒഴിവാക്കുക എന്നതിലേക്കായിരുന്നു നീക്കം. പക്ഷേ അത് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.